നാട് കടത്തപ്പെട്ട പല പകർച്ചവ്യാധികളും തിരിച്ചു വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പിഴുതുമാറ്റിയെന്ന് ശാസ്ത്രം സമാധാനിച്ചിരിക്കുമ്പോഴാണ് പ്ലേഗും ടിബിയും മടങ്ങി വരുന്നത്. തിരിച്ചു വരുന്നവരുടെ കൂട്ടത്തിൽ പഴയവർക്ക് പുറമെ പുത്തൻ കൂറ്റുകാരുമുണ്ട്. പക്ഷെ ചിലർക്ക് നോട്ടം മനുഷ്യ ശരീരമല്ല, മനസ്സാണ്. അങ്ങനെയുള്ള ഒരു മാനസിക പകർച്ചവ്യാധിയാണ് ഫോമോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ആഗോള പ്രതിഭാസമായി മാറിയ പുറത്താക്കപ്പെടുമോ എന്ന പേടി. ഏതാണ് ഈ പുതിയ അവതാരം? എന്താണ് മൂപ്പരുടെ അവതാര ലക്ഷ്യം? മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ തനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ആധിയിലാണ് ഇതിന്റെ തുടക്കം. അവരെ പോലെ ആകാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതോടെ ആദി വ്യാധിയായി മാറുന്നു. അതോടെ കക്ഷി ഫോമോയുടെ പിടിയിൽ പരിപൂർണമായി അകപ്പെടുന്നു. പണ്ടും ഈ പകർച്ചവ്യാധി നാട്ടിൽ നടപ്പുണ്ടായിരുന്നെങ്കിലും ഇത്രക്ക് ഭയാനകമായിരുന്നില്ല. അക്കാലം കുടുംബ സദസ്സുകളിലും അയൽപ്പക്ക കൂട്ടങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്നു ഈ മഹാമാരി. എന്നാൽ രോഗാണുക്കൾക്ക് പെറ്റുപെരുകാൻ വളക്കൂറുള്ള ഒരു പുത്തൻ പ്ലാറ്റ്ഫോം പുതിയ കാലം നമുക്ക് സമ്മാനിച്ചു, സോഷ്യൽ മീഡിയ. ആ കന്നിമണ്ണിൽ ഈ പകർച്ചവ്യാധി നൂറുമേനി വിളയുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടും കൊണ്ടുമിരിക്കുന്നത്. ഫോമോക്ക് പിന്നിലെ മനഃശാസ്ത്രം മനുഷ്യ പ്രകൃതിയിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. സമൂഹ ജീവികൾ എന്ന നിലയിൽ ഒരു കാലത്ത് അനിവാര്യമായിരുന്നു ഈ പേടി. എന്നാൽ അന്ന് അതിജീവന സംവിധാനമായി പ്രവർത്തിച്ചത് ഇന്ന് വിട്ടുമാറാത്ത സമ്മർദ്ദത്തിന്റെ ഉറവിടമായി മാറിയിരിക്കുന്നു. പണ്ട് മനുഷ്യർ സമൂഹ ജീവികളായിരുന്നുവെങ്കിൽ ഇന്ന് സമൂഹ മീഡിയ ജീവികളാണ്. സോഷ്യൽ മീഡിയയുടെ പറ്റുപിടിക്കാരാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. രാവിലെ ഉണരുന്നത് സ്ക്രീൻ കണി കണ്ടാണെങ്കിൽ രാത്രി ഉറങ്ങുന്നത് ആ തലയിണയിൽ മുഖം പൂഴ്ത്തിയാണ്. സോഷ്യൽ മീഡിയയിലെ ഫീഡുകളിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ശ്രദ്ധാപൂർവം ക്യൂറേറ്റ് ചെയ്ത ഹൈലൈറ്റുകൾ നാം കാണുന്നു. വിചിത്രമായ അവധിക്കാലങ്ങൾ, എക്സ്ക്ലൂസീവ് പാർട്ടികൾ, കരിയർ നേട്ടങ്ങൾ, സ്വകാര്യ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ എന്നിവയാൽ സ്ക്രീൻ നിറഞ്ഞു തുളുമ്പുന്നു. അതോടെ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുകളുമായി നാം നമ്മെ താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇത് സ്വന്തം ജീവിതത്തിൽ അസംതൃപ്തി പെറ്റുപെരുകാനിടയാവും. അതോടെ സോഷ്യൽ മീഡിയയുടെ അടിമ എന്നതിന് പുറമെ കടുത്ത മാനസിക സംഘർഷങ്ങളുടെ ഉടമ എന്ന പദവിയിലേക്ക് കൂടി നാം ഉയരുന്നു. സോഷ്യൽ മീഡിയ ഇന്ന് ശക്തമായ ഒരു മാർക്കറ്റിംഗ് ഉപകരണമായി മാറിയിരിക്കുന്നു. പരിമിതമായ സമയ ഓഫറുകൾ, എക്സ്ക്ലൂസീവ് ഡീലുകൾ, കൃത്രിമ ക്ഷാമം എന്നിവയിലൂടെ വമ്പൻ കമ്പനികൾ മുതലെടുക്കുന്നു. ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ ഉത്കണ്ഠകളെ അവർ ചൂഷണം ചെയ്യുന്നു. അതിനുവേണ്ടി സ്ക്രോളിംഗ് നിലനിർത്തുന്ന അൽഗോരിതങ്ങൾ അവർ സമർത്ഥമായി രൂപകൽപ്പന ചെയ്യുന്നു. എന്നിട്ട് സോഷ്യൽ മൂല്യനിർണയത്തിന്റെയോ വിനോദത്തിന്റെയോ അടുത്ത ഡോസ് സേവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ലോഗ് ഓഫ് ചെയ്താൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് നാം ഭയപ്പെടുന്നു. അതോടെ വീണ്ടും തുടരാൻ നാം നിർബന്ധിതരാകുന്നു. ഫോമോയുടെ ആഘാതം കേവലം സാമൂഹിക അസ്വാരസ്യങ്ങൾക്കപ്പുറമാണ്. അമിതമായ ഫോമോ കടുത്ത മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാവുന്നു. ഉത്കണ്ഠ, വിഷാദം, നിരാശ എന്നീ നെഗറ്റീവ് വികാരങ്ങൾക്ക് നാം അടിമകളാവുന്നു. സോഷ്യൽ മീഡിയയാണ് എല്ലാം, അതിൽ തന്റെ പേര് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വെറുതെ എന്ന ചിന്തയാണ് ഇന്ന് നമ്മൾ എല്ലാവരെയും നയിക്കുന്നത്. ലൈക്കുകളുടെ എണ്ണത്തിൽ, സബ്സ്ക്രൈബർമാരുടെ അക്കത്തിൽ നാം ജീവിത സായുജ്യം കണ്ടെത്തുമ്പോൾ ഈ ദുരന്തം തികച്ചും സ്വാഭാവികമാണ്. മീഡിയയിലെ നക്ഷത്രത്തിളക്കം നഷ്ടപ്പെടുമോ എന്ന ഭയം ഒരു പുതിയ പ്ലേഗായി നമ്മെ പിടികൂടിയിരിക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസം, മികച്ച ജോലി, നല്ല കുടുംബജീവിതം ഇതൊന്നുമല്ല ഇന്ന് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത്.
അന്ധമായ സോഷ്യൽ മീഡിയ വിധേയത്വമാണ് ഉത്കണ്ഠാജനകമായ ഈ അവസ്ഥ ഉടലെടുക്കുന്നത്. സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളുടെ നിരന്തരമായ ബോംബാക്രമണങ്ങളിൽ നിന്നാണ്. യൂട്യൂബിൽ ഒരു മിനിറ്റിൽ 500 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഫേസ്ബുക്കിലാകട്ടെ ഇത് 5,10,000 കമന്റുകളും 2,40,000 ഫോട്ടോകളുമാണ്. പിന്നെ ഇതിനെ സോഷ്യൽ മീഡിയയിലെ ബോംബാക്രമണം എന്നല്ലാതെ പിന്നെ എന്ത് പേര് വിളിക്കും? ഫോമോ പലതരത്തിൽ പ്രകടമാകാം. മീഡിയയിൽ ക്യൂറേറ്റ് ചെയ്ത ഹൈലൈറ്റുകളുടെ അനന്തമായ പ്രളയമാണ്. അത്തരം ഫീഡുകളിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതൊരു നിത്യശീലമായി മാറുമ്പോൾ ആ പ്രവാഹത്തിൽ അറിയാതെ നമ്മളും പെട്ടുപോകുന്നു. അതോടെ നമ്മുടെ മോഹങ്ങൾക്കും ചിറകുകൾ മുളച്ചു തുടങ്ങുന്നു. ഫോർവേഡിൽ തുടങ്ങി ഫോട്ടോയിൽ വളർന്ന് വീഡിയോയിൽ വലുതായി മീഡിയയുടെ മാനത്ത് നമ്മളും പറക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും മോഹങ്ങളുടെ മാനം വലുതാവാൻ തുടങ്ങും. ആശകളുടെ ആകാശത്തിന് അതിരുകളില്ലാതാവുന്നു. ആദ്യമൊക്കെ ലൈക്ക് മതിയാവും, പിന്നെ ഫോളോവേഴ്സ് വേണമെന്നാവും പൂതി, പിന്നീട് സബ്സ്ക്രൈബേഴ്സ് കൂടിയേ തീരൂ എന്നായി വാശി. അവസാനം മോണിറ്റൈസേഷൻ എന്ന പച്ചമുന്തിരിയിലാവും കണ്ണ്. ആ ചിലന്തി വലയിൽ കുടുങ്ങിയാൽ അതോടെ തീർന്നു കാര്യം. കാശ് കിട്ടി തുടങ്ങിയാൽ പിന്നെ എങ്ങനെയെങ്കിലും അത് നിലനിർത്താനായി പെടാപാടും. കിട്ടിയില്ലെങ്കിലോ അതോടെ ബാക്കിയുള്ള മനസ്സമാധാനവും പോയി കിട്ടും. എങ്ങനെ ഈ ഫോമോയിൽ നിന്ന് രക്ഷപ്പെടാം? നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അതിന്റെ സാമർഥ്യം തിരിച്ചറിഞ്ഞ് എങ്ങനെ നമുക്കതിനെ കൈകാര്യം ചെയ്യാം? ആദ്യം വേണ്ടത് സ്ക്രീൻ സമയത്തിന് ഒരു പരിധി നിശ്ചയിക്കുകയാണ്. രാവിലെ ഉണർന്നാൽ ഉടനെ ആരും ഊണ് കഴിക്കാറില്ല. വീട്ടിൽ ധരിക്കുന്ന വസ്ത്രമിട്ടുകൊണ്ടല്ല ഓഫീസിൽ പോകുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ 100,000 ദിനചര്യകളിൽ നാം പുലർത്തുന്ന ജാഗ്രത എന്തുകൊണ്ടാണ് മൊബൈൽ ഉപയോഗത്തിൽ മാത്രം നമുക്ക് പാലിക്കാൻ കഴിയാത്തത്? പരിധി മാത്രം പോരാ, പരിമിതിയും വേണം. ഗുണനിലവാരമുള്ള കണക്ഷനുകൾ മാത്രം ഉപയോഗിക്കുക. അല്ലാത്തവ നിങ്ങളെ എത്ര തന്നെ ആകർഷിച്ചാലും അവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. സോഷ്യൽ മീഡിയ എന്നത് ക്രിയേറ്റിവിറ്റിയുടെ അവസാന വാക്കല്ല എന്ന് നാം തിരിച്ചറിയുക. നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഹോബികളിൽ ഏർപ്പെടുക, പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക, നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക. ഫോമോ ഉണ്ടാവുമ്പോൾ അതിന്റെ സാധുത ചോദ്യം ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ കാണുന്ന വെളുത്തതെല്ലാം പാലാണ് എന്ന് വിശ്വസിക്കാതിരിക്കുക. പാല് എന്ന ലേബലിൽ വരുന്നത് പലപ്പോഴും പാഷാണമായിരിക്കും എന്ന് ഓർമ്മിക്കുക. നാം മനുഷ്യരാണ്. നമുക്ക് ഒരുപാട് പരിധികളും പരിമിതികളുമുണ്ട്. നമ്മുടെ കഴിവുകളിൽ അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകേടുകളെ അംഗീകരിക്കുകയും ചെയ്യുക. ആ യാഥാർത്ഥ്യം അല്പം കയ്പുള്ളതാണെങ്കിലും നിറഞ്ഞ മനസ്സോടെ അംഗീകരിക്കുക. നമുക്ക് ദൈവം തന്ന കഴിവുകൾ അംഗീകരിക്കുക, അവയിൽ അഭിമാനിക്കുക, അവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവയെ മാത്രം പിന്തുടരുക, അവയിൽ ജീവിതം കണ്ടെത്തുക. അതാണ് യഥാർത്ഥ ക്രിയേറ്റിവിറ്റി. മറ്റുള്ളവരുടെ കഴിവുകൾ നമ്മുടെ വിഷയമല്ല. അവയിൽ അഭിമാനിക്കാനോ അസൂയപ്പെടാനോ നിൽക്കാതെ നമ്മുടെ അരി നമ്മുടെ അടുക്കളയിൽ തന്നെ വേവിക്കുക. മറ്റുള്ളവരുടെ അടുക്കളയിൽ വേവുന്ന വിഭവങ്ങളിൽ ആശങ്കയോ വേണ്ട. സ്വയം ന്യായീകരിക്കുന്നത് പോലെ തന്നെ മോശമാണ് മറ്റുള്ളവരുമായി നമ്മെ എപ്പോഴും താരതമ്യം ചെയ്യുന്നതും. ഓർക്കുക, യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, അല്ലാതെ പുറത്തു നിന്നല്ല. മറ്റുള്ളവരുടെ ആകാശം നോക്കി സമയം കളയാതെ സ്വന്തം മുറ്റം ശ്രദ്ധിക്കുക. നമ്മൾ നിൽക്കുന്നതും നിൽക്കേണ്ടതും നമ്മുടെ മുറ്റത്താണ്. അത് മറക്കാതിരിക്കുക.